Welcome to Plus 2 Physics Series 20. നമ്മൾ കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ കണ്ടു. അതിൽ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും കണ്ടു. നമുക്ക് തൽക്കാലം അത് മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്യുന്നതാണ് പഠിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റർ എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്താൽ എത്രയൊക്കെ കപ്പാസിറ്റൻസ് കിട്ടും. ഇതിൽ ആദ്യത്തേത് സീരീസ് കോമ്പിനേഷൻ. ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 ഇത് പ്ലേറ്റ് ടു പ്ലേറ്റ് ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്ത് ബാറ്ററിയിലോട്ട് കൊടുക്കുന്നത്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. ഇവിടെ ബാറ്ററിയുമായിട്ട് നേരിട്ട് കണക്ഷൻ വരുന്നത് ഈ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ ഈ ലെഫ്റ്റ് പ്ലേറ്റും തേർഡ് കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് പ്ലേറ്റും റൈറ്റ് പ്ലേറ്റും. ഇത് പ്ലസ്സിലോട്ടും ഇതും മൈനസിലോട്ടും. ബാക്കി ഇടയ്ക്കുള്ള കപ്പാസിറ്റർ, ഇതിപ്പോൾ ഈ 3 കപ്പാസിറ്റർ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. 3ൽ നിന്നും 2ലേക്ക് റെഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. മൂന്നിൻ്റെ ഫോർമുല ഫോം ചെയ്ത് 3ൽ കൂടുതലുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ജനറലൈസ് ചെയ്യുക. അതിനെ ഈ 3 എടുക്കുന്നത്. എത്ര ഉണ്ടെങ്കിലും അങ്ങോട്ട്. അപ്പോൾ 3ന് മുകളിലോട്ടും താഴോട്ടും പോകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഈ 3 കോമ്പിനേഷൻ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്കുള്ള കപ്പാസിറ്റേഴ്സ്, ഈ എൻഡ് കപ്പാസിറ്റേഴ്സിന് ഇടയ്ക്ക് വരുന്ന എത്ര എണ്ണം ഉണ്ടോ അതിനൊന്നും ബാറ്ററിയുമായിട്ട് നേരിട്ട് കണക്ഷൻ ഇല്ല. ഇതിലെല്ലാം ചാർജ് ചെല്ലുന്നത് ഇൻഡക്ഷൻ മൂലമാണ്. ഇൻഡ്യൂസ്ഡ് ചാർജ്, ഇൻഡക്ഷൻ്റെ പ്രത്യേകത, ഇത് ഇൻഡ്യൂസ് ചെയ്യാൻ ഇത് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്. ഇതിനെ ഇൻഡ്യൂസിങ് ചാർജ് എന്ന് വിളിക്കാം. ഇതിനടുത്ത് ചാർജ് ഇല്ലാത്ത ഒരു ബോഡി കൊണ്ടുവച്ചാൽ ഈ നിയർ സർഫസിൽ ഇങ്ങോട്ട് ഇതിൻ്റെ പോസിറ്റീവ് ചാർജാണ് ഇതെങ്കിൽ ഇവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇതിൻ്റെ അട്രാക്ഷൻ കൊണ്ട് ഓടി ഇവിടെ വന്ന് നിയർ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇലക്ട്രോൺ ഇനി പോന്നു കഴിയുമ്പോൾ, കുറേ ഇലക്ട്രോൺ പോന്നു കഴിയുമ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ നഷ്ടമുണ്ടാകും, കുറവുണ്ടാകും. അപ്പോൾ അവിടെ പോസിറ്റീവ്ലി ചാർജ് ആകും. അപ്പോൾ എപ്പോഴും ഇൻഡക്ഷൻ, ഇതിനെ ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് വിളിക്കും. ഇൻഡ്യൂസ്ഡ് ചാർജിൻ്റെ പ്രത്യേകത, നിയർ ഫേസിൽ അൺലൈക്ക് ചാർജും ഫാർ ഫേസിൽ ലൈക്ക് ചാർജുമേ ഫോം ചെയ്യൂ. ഈ ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കുക. ഇവിടുത്തെ ഇൻഡ്യൂസിങ് ചാർജ് ഈ പ്ലേറ്റിലെ പ്ലസ്സാണ്. ഇതിൻ്റെ സെക്കൻഡ് പ്ലേറ്റും ഇതിൻ്റെ ഈ പ്ലേറ്റും കൂടെ ഒരു ബോഡിയായിട്ട് വിചാരിക്കും. കാരണം രണ്ടും കൂടെ കണ്ടക്റ്റിംഗ് വയർ വെച്ചാൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയർ ഫേസ് ഇതും ഫാർ ഫേസ് ഇതുമായിട്ട് ഇതൊരു സിംഗിൾ ബോഡിയായിട്ട് എടുക്കാം, ഈ 2 പ്ലേറ്റും കൂടെ ചേർന്നിട്ട്. അപ്പോൾ നിയർ ഫേസിൽ ഇതിൻ്റെ അൺലൈക്ക് ചാർജും ഫാർ ഫേസിൽ പോസിറ്റീവ് ലൈക്ക് ചാർജും പ്രത്യക്ഷപ്പെടും. വീണ്ടും ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻഡക്ഷൻ നടക്കും. നിയർ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഫാർ ലൈക്ക്, ദെൻ ലൈക്ക് ദിസ്. അപ്പോൾ ചുരുക്കത്തിൽ ഇൻഡക്ഷൻ ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് among the component capacitors by the process induction. Induced charges are always equal in magnitude. അപ്പോൾ ഇതിൽ പ്ലസ് ക്യൂ ഉണ്ട്, ഇതിൽ മൈനസ് ക്യൂ വരും. പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഒരു കപ്പാസിറ്ററിലെ ചാർജ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലേറ്റിലെ ചാർജ്. ഒരു കപ്പാസിറ്ററിലെ ടോട്ടൽ ചാർജ് സത്യത്തിൽ 0 പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ ഈക്വൽസ് 0. ഒരു സിംഗിൾ പ്ലേറ്റിലെ ചാർജാണ് നമ്മൾ ഈ ക്യൂ എന്ന് പറയുന്നത്. ഇതെല്ലാം മാഗ്നിറ്റ്യൂഡിൽ ഈക്വലാണ്. ചുരുക്കത്തിൽ സീരീസ് കോമ്പിനേഷനിൽ എല്ലാ കപ്പാസിറ്ററിലും ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പ്രത്യക്ഷപ്പെടും ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഈ ഒരു സദ്യയ്ക്കൊക്കെ ആഹാരം വിളമ്പുന്നവരെ എല്ലാവർക്കും ഒരേ അളവിൽ വിളമ്പി കൊടുക്കുക അവിടെ. അപ്പോൾ കൂടുതൽ കുറവ് ഈ ഒരു വ്യത്യാസമില്ലാതെ ഒരുപോലെ കൊടുക്കുന്ന ഒരു സംവിധാനം. ഇനി പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം വരും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കാണ്.
അപ്പോൾ ഇവിടെ ചാർജ് ഡിസ്പ്ലേസ് ചെയ്യാൻ ചെയ്യേണ്ട വർക്കാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഇവിടെ ചാർജ് ഡിസ്പ്ലേസ് ചെയ്യാൻ ചെയ്യേണ്ട വർക്കാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അതുപോലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഈ വർക്ക് എപ്പോഴും അഡിറ്റീവ്. ഒരിടത്ത് V1 ചെയ്യുന്നു വർക്ക് പെർ യൂണിറ്റ് ചാർജ് ആണല്ലോ പൊട്ടൻഷ്യൽ. അടുത്ത കപ്പാസിറ്റർ V2 ചെയ്യുന്നു. ഒറ്റ വഴിയേ ഉള്ളൂ, സിംഗിൾ പാത്തേ ഉള്ളൂ. അപ്പോൾ വർക്ക് അഡിറ്റീവാണ്. അപ്പോൾ ഈ ബാറ്ററിയാണ് ഇവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ടത്. ബാറ്ററി ഇവിടെ ചെയ്യേണ്ട വർക്ക് V1, ഇവിടെ ചെയ്യേണ്ട വർക്ക് V2, ഇവിടെ ചെയ്യേണ്ട വർക്ക് V3. എങ്കിൽ ബാറ്ററി ചെയ്യുന്ന ടോട്ടൽ വർക്ക് V, അതാണ് ബാറ്ററിയുടെ EMF. ബാറ്ററി ചെയ്യുന്ന ടോട്ടൽ വർക്കിൻ്റെ അളവ് V മസ്റ്റ് ബി ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇതാണ് സീരീസ് കോമ്പിനേഷൻ്റെ ബേസിക് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ, അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഈക്വൽസ് സം ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഓഫ് ദി കമ്പോണൻറ്റ് കപ്പാസിറ്റേഴ്സ്. ഇനി big 3, Q equals CV or C equals Q by V or V equals Q by C. എങ്കിൽ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ നമുക്ക് കാണാം. V1 ഈക്വൽസ് ചാർജ് എല്ലാം സെയിമാണ്, Q by C1. V2 ഈക്വൽസ് Q by C2. V3 ഈക്വൽസ് Q by C3. ഇനി ഈ 3 കപ്പാസിറ്റേഴ്സ് ചേർന്നിട്ട് ഈ ബാറ്ററിയിൽ നിന്നും വലിച്ചെടുത്ത ചാർജ് Q ആണ്. ഈ 3 പകരം ഏതോ ഒരെണ്ണം CS കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ഇതേ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതേ അളവ് ചാർജ് തന്നെ വലിച്ചെടുക്കുന്നു എന്നിരിക്കട്ടെ, Q. ഇത് ഈ 3 പെട്ടതല്ല, വേറെ ഏതോ ഒരു കപ്പാസിറ്റർ CS, അതിൻ്റെ കപ്പാസിറ്റർ CS, അത് ഒറ്റയ്ക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയിൽ നിന്നും ഇത് 3 കൂടെ ചേർന്നപ്പോൾ ഡ്രോ ചെയ്ത് അതേ ചാർജ് ഇത് വലിച്ചെടുക്കുന്നുവെങ്കിൽ ഈ ഒരെണ്ണത്തിനെ ഈ 3 ഇക്വലൻ്റ് കപ്പാസിറ്റർ എന്ന് വിളിക്കാം. ഇതിൻ്റെ തത്തുല്യ ശേഷിയുള്ള ആണ് ആ ഒരെണ്ണം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫുൾ വോൾട്ടേജ്, ബാറ്ററിയുടെ ഫുൾ വോൾട്ടേജ് ഇതിന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇപ്പോൾ V ആണ്. എങ്കിൽ V ഈക്വൽസ് Q by CS. ഇതെല്ലാം കൂടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ Q by CS ഈക്വൽസ് Q by C1 പ്ലസ് Q by C2 പ്ലസ് എക്സെട്ര പ്ലസ് Q by C3. 3 എഴുതുള്ളൂ. Qs എല്ലാം പോയിട്ട് 1 by CS ഈക്വൽസ് 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3. ഇതിപ്പോൾ 4 ഉണ്ട്, പ്ലസ് 1 by C4 എന്നും കൂടെ വരും. എത്ര ഉണ്ടോ അത്രയും മതി. ഇതിപ്പോൾ റെസിപ്രോക്കൽ ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് obeys റെസിപ്രോക്കൽ ലോ. റെസിപ്രോക്കൽ ലോയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ആ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അതിലെ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസിനെക്കാളിലും ചെറുതായിരിക്കും. C1, C2, C3 ഇതിലേറ്റവും ചെറുത് ഏതോ അതിലും കുറഞ്ഞിരിക്കും CS. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് LCM ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ നമുക്ക് CS കാണാം. CS ഈക്വൽ C1 C2 C3 ബൈ C1 C2 പ്ലസ് C2 C3 പ്ലസ് C3 C1. സൈക്ലിക് ഓർഡറിലെ പ്രോഡക്റ്റിൻ്റെ സം. 2 കപ്പാസിറ്ററേ ഉള്ളൂ എങ്കിൽ 1 by CS ഈക്വൽസ് 1 by C1 പ്ലസ് 1 by C2 ഇവിടം വരെ വരുള്ളൂ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ C1 plus C2 by C1 C2 or CS equals C1 C2 by C1 plus C2 product by sum. ഇത് N കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ജനറലായിട്ട് 1 by CS ഈക്വൽസ് 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3 പ്ലസ് 1 by C4 പ്ലസ് എക്സെട്ര 1 by Cn. അത് നമുക്ക് LCM എടുത്ത് ചെയ്യേണ്ട, വളരെ എണ്ണം ഉണ്ടെങ്കിൽ LCM എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇനി ഈ എല്ലാ കപ്പാസിറ്റേഴ്സിൻ്റെയും C വാല്യൂ സെയിം ആണെന്നിരിക്കട്ടെ. N കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതിൽ എല്ലാത്തിനും കപ്പാസിറ്റർ C1 ഈക്വൽസ് C2 ഈക്വൽസ് C3 ഈക്വൽസ് എക്സെട്ര Cn ഈക്വൽസ് C ആണെന്നിരിക്കട്ടെ. എങ്കിൽ CS 1 by CS ഈക്വൽസ് 1 by C1 പ്ലസ് 1 by C2 എന്നുള്ള 1 by C പ്ലസ് 1 by C പ്ലസ് എക്സെട്ര 1 by C.
എൻ ടേംസ് എന്ന് പറയുമ്പോൾ എൻ ബൈ സി എന്ന് വരും. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് എക്സെട്ര എൻ ടേംസ് ഉണ്ട് എൻ എക്സ്. അപ്പോൾ ഇത് എൻ ഇൻറ്റു 1/c ഓർ എൻ ബൈ സി. ദറ്റ് മീൻസ് സി എസ് ഈക്വൽസ് സി ബൈ എൻ. അപ്പോൾ ഒരേ വാല്യൂസ് ഉള്ള 10 കപ്പാസിറ്റേഴ്സ് സീരീസിലിട്ടാൽ അതിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് അതിലെ ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരെണ്ണം ഇപ്പോൾ എൻ ജനറലായിട്ട് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് സീരീസിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് കാണാൻ എളുപ്പമാണ്. അതിൽ ഒരു എണ്ണത്തിൻ്റെ വാല്യൂവിനെ നമ്പർ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, എണ്ണം കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, ഇക്വലൻ്റ് കിട്ടും. അപ്പോൾ സീരീസിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഡിറ്റീവാണ്. 2, ചാർജ് ഇൻഡക്ഷൻ മൂലമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ കപ്പാസിറ്ററിലും ചാർജ് സെയിമാണ്. 3, ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് അതിലെ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസിനേക്കാളും കുറവായിരിക്കും. ഇത്രയും പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കുക. പിന്നെ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് എൻ എണ്ണം സീരീസിലിട്ടാൽ ഇക്വലൻ്റ് ഈസ് സി ബൈ എൻ, ഒരെണ്ണത്തിൻ്റെ വാല്യൂ ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇത്രയും കാര്യമാണ് സീരീസിൽ അറിയാനുള്ളത്. അടുത്ത പാരലൽ കോമ്പിനേഷനാണ്. എല്ലാ കപ്പാസിറ്ററിൻ്റെ ഓരോ പ്ലേറ്റ് ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് ബാറ്ററിയുടെ പ്ലസിലോട്ട് കൊടുക്കുന്നു. മറ്റ് പ്ലേറ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ബാറ്ററിയുടെ അടുത്ത ടെർമിനലിലോട്ട് കൊടുക്കുന്നു. ഈ ഫിഗർ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് പാരലൽ ലെയറായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് ആണ് ഇതിനെ പാരലൽ കോമ്പിനേഷൻ എന്ന് വിളിക്കുക. ഈ ഫിഗർ കണ്ടുകൊണ്ടാണ് ഈ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ കപ്പാസിറ്ററിനും ബാറ്ററിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഇതിൻ്റെ ഈ പ്ലേറ്റ് നേരെ ബാറ്ററിയിലോട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ ഈ പ്ലേറ്റ് ബാറ്ററിയിലോട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ ഈ പ്ലേറ്റ് ബാറ്ററിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പ്ലേറ്റ്സ് എല്ലാം ബാറ്ററിയിട്ട് നേരിട്ട് ബന്ധമുണ്ട്. അപ്പോൾ കപ്പാസിറ്റേഴ്സ് നേരിട്ട് ചാർജ് ഈ ബാറ്ററിയിൽ നിന്നും ഡ്രോ ചെയ്യുക. ബുഫേ പോലെ അവനവന് ആവശ്യമുള്ളത് ചെന്നെടുക്കുക. അപ്പോൾ അവനവൻ്റെ കപ്പാസിറ്റൻസ് അനുസരിച്ച് ഓരോ കപ്പാസിറ്റൻസ് അനുസരിച്ച് അതാത് കപ്പാസിറ്റർ ബാറ്ററിയിൽ നിന്ന് ചാർജ് വലിച്ചെടുക്കും. അപ്പോൾ ഇത് കൊണ്ട് ചാർജ് ഡിഫറൻ്റ് ആകും. ഓരോന്ന് നേരിട്ട് ചാർജ് വലിച്ചെടുക്കുക. അപ്പോൾ അതതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ചാർജ് അതെടുക്കുന്നത്. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിമാണ്. കാരണം ഇതിൻ്റെ എല്ലാം നേരിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ. പാരലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിമാണ്, ഒരേ ലെവൽ ഡിഫറൻസാണ് വരുന്നത്. ഇതിൻ്റെ ലെവൽ ഡിഫറൻസ് തന്നെ ഇതിനും വരുന്നത്, അത് തന്നെ ഇതിനും വരുന്നത്. അപ്പോൾ ഏത് മാങ്ങാത്തൊലി പാരലിൽ കണക്ട് ചെയ്താലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരുപോലെ ആയിരിക്കും. അതാണ് പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ചാർജ് അഡിറ്റീവാണ്. ഇത് വലിച്ചെടുക്കുന്ന ചാർജ് Q1, ഇത് വലിച്ചെടുക്കുന്ന ചാർജ് Q2, ഇത് വലിച്ചെടുക്കുന്ന ചാർജ് Q3 എങ്കിൽ ഈ മൂന്നെണ്ണവും കൂടെ ചേർന്ന് ബാറ്ററിയിൽ നിന്നും വലിച്ചെടുത്ത ടോട്ടൽ ചാർജ് Q ഈക്വൽസ് Q1 പ്ലസ് Q2 പ്ലസ് Q3. അപ്പോൾ ഇവിടെ ചാർജ് അഡിറ്റീവാണ്. സീരീസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഡിറ്റീവാണ്. ഇവിടെ വോൾട്ടേജ് സെയിമാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ടെക്നിക്കൽ ടേമാണ് വോൾട്ടേജ്. സീരീസിൽ വോൾട്ടേജ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ Q1 ഈക്വൽസ് Q ഈക്വൽസ് C into V. So Q1 equals charge drawn by the first capacitor. Q1 equals C1 into V. ഇതിൻ്റെ എല്ലാം വോൾട്ടേജ് V ആണ്. Q2 equals C2 into V. Q3 equals C3 into V. ഈ സീരീസിൽ പറഞ്ഞ പോലെ ഈ മൂന്നെണ്ണവും ഇവിടുന്ന് അഴിച്ചു മാറ്റിയിട്ട് അതിന് പകരം സി പി കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ, സി പി, ഇത് CS അല്ല CP,
സി പി കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ബാറ്ററിയിൽ നേരിട്ട് കണക്ട് ചെയ്താൽ അതിന് ഇതേ ചാർജ് അത് വലിച്ചെടുക്കും എന്നിരിക്കട്ടെ. ഈ 3 കപ്പാസിറ്ററും കൂടെ വലിച്ചെടുക്കുന്ന അതേ ചാർജ് സി പി എന്ന് സി പി ഞാൻ അറിയാതെ എഴുതിപ്പോയത് CS അല്ല സി പി കപ്പാസിറ്റൻസ് ഉള്ള ഒരെണ്ണം നേരിട്ട് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് വലിച്ചെടുക്കുന്ന ചാർജ് Q, ഇത് 3ഉം കൂടെ വലിച്ചെടുത്ത അതേ ചാർജ് ഇത് ഒറ്റയ്ക്ക് വലിച്ചെടുക്കുന്നെങ്കിൽ ദിസ് ഈസ് ഈക്വലൻ്റ് കപ്പാസിറ്റൻസ്. ഇവിടെ ഈ Q കാണാം. Q ഈക്വൽ സി പി ഇൻറ്റു വി. അത് ഇതെല്ലാം കൂടെ എടുത്ത് ഈക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സി പി ഇൻറ്റു വി, CS അല്ല സി പി ഇൻറ്റു വി ഈക്വൽ C1 ഇൻറ്റു വി പ്ലസ് C2 ഇൻറ്റു വി പ്ലസ് C3 ഇൻറ്റു വി. എല്ലാ വിയും ക്യാൻസൽ ചെയ്യും പോയിട്ട് സി പി ഈക്വൽ C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് അഡിറ്റീവ്, കപ്പാസിറ്റൻസ് കൂടും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ചാർജ് നേരിട്ട് സെല്ലിൽ നിന്ന് ഓരോ കപ്പാസിറ്ററും ഷെയർ ചെയ്തെടുക്കുക. ചാർജ് ഡിഫറൻ്റ്, അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് തന്നെ ചാർജ് ഡിഫറൻ്റ് ആണ്. അത് കാൽക്കുലേഷൻ കൂടെ നമ്മൾ കണ്ടത് കപ്പാസിറ്റൻസ് അഡിറ്റീവ്, കപ്പാസിറ്റൻസ് കൂടും, ആഡ് ചെയ്താണ് കിട്ടുക. ഇത്രയും കാര്യങ്ങളാണ് ഈ കോമ്പിനേഷൻസ് കാണാനുള്ളത്. അത് പിന്നെ ഇതിൻ്റെ സീരീസും പാരലും എല്ലാം കൂടെ വരുന്ന നമ്മൾ ചോദ്യങ്ങളിൽ കാണാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ മറ്റുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്രോബ്ലംസ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എടുത്ത് കണ്ടു നോക്കാം. ഇനി എനർജി ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്റർ ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാറ്ററി ആണ്, ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യണം. ഈ ബാറ്ററിയാണ് ഈ ചാർജിനെ പുഷ് ചെയ്ത് കപ്പാസിറ്ററിലോട്ട് വിടുന്നത്. നേരത്തെ പറഞ്ഞ് ഞാൻ ആദ്യത്തെ ചാർജ് ചെന്ന് കയറാൻ വർക്കൊന്നും ചെയ്യണ്ട. പക്ഷേ ഒന്ന് ചാർജിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ചെന്ന ചാർജ് പിന്നീട് വരുന്ന ചാർജിനെയൊക്കെ റിപ്പൽ ചെയ്യും. അപ്പോൾ ബാറ്ററിക്ക് ചാർജിനെ പുഷ് ചെയ്ത് വേണം കപ്പാസിറ്ററിൽ കൊണ്ട് കയറ്റാൻ. അപ്പോൾ അതിന് വർക്ക് ചെയ്യണം. ഈ വർക്ക് ഈ കപ്പാസിറ്ററിലെ ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യും. അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി കപ്പാസിറ്റർ എന്ന് പറയുക. അതാണ് ഇനി കാണേണ്ടത്. ഇതിപ്പോൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് കപ്പാസിറ്ററിലെ ചാർജ് 0, പൊട്ടൻഷ്യൽ അപ്പോൾ 0, അപ്പോൾ Q0 V0. ചാർജിങ് കഴിയുമ്പോൾ കപ്പാസിറ്ററിലെ ചാർജസ് Q ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. എങ്കിൽ ചാർജ് Q ഈക്വൽ C ഇൻറ്റു V. ആവറേജ് ചാർജ്, ഇനിഷ്യൽ ചാർജ് 0 ആയിരുന്നു, ഫൈനൽ ചാർജ് Q ആണ്. ഇപ്പോൾ കപ്പാസിറ്ററിൽ ചെന്ന ആവറേജ് ചാർജ് എന്ന് പറഞ്ഞാൽ 0, Q' ഈക്വൽ 0 പ്ലസ് Q/2 ഓർ ദറ്റ് ഈസ് Q/T. എങ്കിൽ ഇത്രയും ചാർജ് അതിൽ കൊടുക്കാൻ വേണ്ടി ബാറ്ററി ചെയ്ത ആവറേജ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഈക്വൽസ് Q ഇൻറ്റു V. കാരണം V ഈക്വൽസ് W/Q, വർക്ക് പെർ യൂണിറ്റ് ചാർജ്. So W equals Q into V, charge into potential difference. So W equals Q' into V, that is Q/2 into V. പക്ഷേ നമുക്കറിയാം Q ഈക്വൽസ് CV. അപ്പോൾ W ഈക്വൽസ് ഹാഫ് CV into V ഓർ ഹാഫ് CV². ഇത്രയും വർക്ക് ചെയ്താലേ ഈ കപ്പാസിറ്ററിൽ Q എന്ന് പറയുന്ന ചാർജ് സപ്ലൈ ചെയ്യാൻ പറ്റൂ. ഈ ചെയ്യുന്ന വർക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടും. ആണ് എനർജി ഓഫ് ദി കപ്പാസിറ്റർ. ചുരുക്കത്തിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഉള്ള ഒരു ചാർജ്ഡ് കപ്പാസിറ്ററിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് CV². ഇത്
മെക്കാനിക്സിലെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയറിൻ്റെ ഫോർമുല. അവിടെ മാസും വെലോസിറ്റി, ഇവിടെ കപ്പാസിറ്റൻസും വോൾട്ടേജുമാണ് തത്തുല്യ ക്വാണ്ടിറ്റികൾ. അവിടെ മാസ് മെക്കാനിക്കൽ ഇനർഷ്യയുടെ ഒരളവാണ്. മൂവ് ചെയ്യാൻ, വെലോസിറ്റി അക്വയർ ചെയ്യാനുള്ള മടി, എതിർപ്പ്. അതിന് പകരം ഇവിടെ സി എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഇനേർഷ്യ എന്ന് പറയാം. ചാർജ് സ്വീകരിക്കാനുള്ള മടി, സ്വീകരിച്ച് വോൾട്ടേജ് വർദ്ധിപ്പിക്കാൻ ഒരു മടി കപ്പാസിറ്റർ കാണിക്കും, ഒരു എതിർപ്പ്. അതിൻ്റെ അളവാണ് കപ്പാസിറ്റൻസ്. ഇപ്പോൾ വെലോസിറ്റിക്ക് വരെ ഇവിടെ വോൾട്ടേജാണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ ഇതിനെതിരെ കപ്പാസിറ്റൻസ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ആ എതിർപ്പിൻ്റെ മെഷറാണ് ഇലക്ട്രിക്കൽ ഇനേർഷ്യ, ആൻഡ് ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ്. ഹാഫ് സി വി സ്ക്വയർ ജൂൾ. ഇത് വേണമെങ്കിൽ വിയുടെ സ്ഥാനത്ത് ക്യൂ ബൈ സി എന്നിട്ട് കഴിഞ്ഞാൽ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്നും പറയാം. എനർജി ഒന്നുകിൽ ഹാഫ് സി വി സ്ക്വയർ, അല്ലെ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി, അല്ലെ ക്യൂ സ്ക്വയർ ബൈ 2c. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് ചില പോയിൻറ്റ്സുകളുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് തിയറി തീരാറായി. താങ്ക് യു.